ഹലോ മക്കളെ, അപ്പം നമ്മൾ നീറ്റ് എക്സാമിൻ്റെ കാര്യത്തിലുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ 2023 നീറ്റ് എക്സാം ഡേ മെയ് 7 നടക്കാൻ പോവുകയാണ്. ആൻഡ് അതിൻ്റെ പ്രിപ്പറേഷനിലാണ് നമ്മുടെ കുട്ടികളെല്ലാവരും. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു കുഞ്ഞ് അപ്ഡേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മളിതേ റീ ഓപ്പണിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ നമ്മളുടെ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ റീ ഓപ്പൺ ചെയ്യാണ്. നമുക്കറിയാം April 6 വരെ ആയിരുന്നു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഡേറ്റ് ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പല കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, രജിസ്ട്രേഷൻ പല കാരണങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡേറ്റ് കഴിഞ്ഞപ്പോഴാണ് അവർ അറിഞ്ഞിട്ടുണ്ടാവുക, അയ്യോ രജിസ്ട്രേഷൻ ഡേറ്റ് കഴിഞ്ഞു, എനിക്കും കൂടി അപ്ലൈ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്കും കൂടി എഴുതണം എന്ന് തോന്നിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ളവർക്കെല്ലാം വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസാണിത്. കാരണം നമ്മളുടെ ഈ ഒരു രജിസ്ട്രേഷൻ ഡേറ്റ് ഇപ്പോൾ ഇന്ന് മുതൽ 11th April to 13th April വരെ നീട്ടിയിട്ടുണ്ട്. ഓക്കെ, 11:30 PM വരെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ 13th April വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നീറ്റിന് രജിസ്ട്രേഷൻ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനി അതല്ല, നിങ്ങളൊരു ഫ്രഷ് കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളിത് കളയരുത്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ്, ഫീ റിസീവ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 13th April 2023 11:59 PM വരെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ് മറക്കാതിരിക്കുക. 11th April മുതൽ 13th April വരെയാണ് നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ ഒരു നമ്മളുടെ നീറ്റിൻ്റെ സൈറ്റ് റീ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഫീ അടയ്ക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവാതെ വിഷമിച്ചിരിക്കുന്നവർ ആ വിഷമമൊക്കെ മാറ്റാം. നമുക്ക് കിട്ടിയിട്ടുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം തന്നെ പോയിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നമുക്കിനി എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റൊന്നും വരാതെ നിങ്ങളുടെ പേര് ഫില്ല് ചെയ്യുന്നത്, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിൽ, നിങ്ങളുടെ എന്താ പറയുക സർട്ടിഫിക്കറ്റ്സ് എല്ലാം അഡ്മിറ്റ് ചെയ്യുന്നതിലൊന്നും ഒരു മിസ്റ്റേക്സും വരാതിരിക്കുക. കാരണം നമ്മൾ നേരത്തെ നമുക്ക് തന്ന ഡേറ്റിലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും തെറ്റ് തിരുത്താനുള്ളൊരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അത് ഒരു കാരണവശാലും ഉണ്ടാവുന്നതായിരിക്കില്ല എന്ന് അവരോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് എ വൺ ടൈം ഓപ്പർച്യൂണിറ്റി. എന്താണ് ബീങ് പ്രൊവൈഡഡ് ടു ദ കാൻഡിഡേറ്റ്സ് ആൻഡ് അഡ്വൈസ് ദാറ്റ് ദ കെയർഫുള്ളി ഫില്ല് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചാൻസ് നമുക്കിനി തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് കിട്ടില്ല. അത് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, തെറ്റൊന്നും വരുത്താതെ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഇനി ഒരു ചാൻസ് നമുക്കില്ല, ഫില്ല് ചെയ്യാനും കിട്ടില്ല, രജിസ്റ്റർ ചെയ്യാനും കിട്ടില്ല, തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ തിരുത്താനും കിട്ടില്ല. ഈ ഒരു 2023 നീറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിച്ചവർക്കും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ടുള്ളൊരു ചാൻസാണ്. അത് ഏറ്റവും കെയർഫുള്ളായിട്ട് തന്നെ, വളരെ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, വേഗം അടിപൊളിയായിട്ട് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് നല്ലപോലെ പഠിച്ചു തുടങ്ങുക. ആൻഡ് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതെ മുടങ്ങിയിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ അറിയിക്കുക. കാരണം നമുക്ക് ഒരുപാട് സമയമില്ല. 11th April to 13th April വരെയാണ് സമയമുള്ളത്. ഓക്കെ, അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആരെങ്കിലും ഇത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ രജിസ്ട്രേഷൻ മുടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവരെ അറിയിക്കുക. നിങ്ങൾ ഫ്രഷ് ആയിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളും ചെയ്യാം. ഓക്കെ, താങ്ക് യു.